ഭാഗ്യതലമേ പരിമളസ്ഥലം നീയേ. ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീയേ. ദുഃഖം വിചാരം പ്രയത്നം ഇംഗലങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. അന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവും അന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ. രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ. 12 നിൻ വാതിൽകളും മിന്നും മുത്തല്ലേ. 12 നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ. യെരൂശലേമൻ ഇമ്പവിടെ എന്നു ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനിണയില്ലാത്ത കൂട്ടമരങ്ങൾ. കാട്ടുവാനിണയില്ലാത്ത കൂട്ടമരങ്ങൾ. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതുമീരാറു വൃക്ഷം നിൽപ്പതും മൂടി. പോവതുമീരാറു വൃക്ഷം നിൽപ്പതും മൂടി. ദൂതരുമങ്ങാത്തു സദാ സ്വരമണ്ഡലം പാടി. നാഥനെ കൊണ്ടാടിടുന്ന ഗീതമാമോടി. നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മാമോടി. യെരൂശലേമിൻ അധിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാൻ. വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ.
ബവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ശവസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ഭാഗത്തിന് ശേഷം നമ്മൾ അനുശോചനത്തിനുള്ള സമയമുണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം രണ്ടാം ഭാഗം ശുശ്രൂഷ പള്ളിയിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം മൃതദേഹം സിമട്രിയിലേക്ക് കൊണ്ടുപോവുകയും മൂന്നാം ഭാഗ ശുശ്രൂഷ നമ്മൾ സിമട്രിയിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒന്നാം ഭാഗ ശുശ്രൂഷ ആരംഭിക്കും. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. എഴുന്നേൽക്കേണ്ട അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും നീക്കുന്നുണ്ട്. ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ജീവന്റെയും മരണത്തിനും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകനായ പുത്രൻ മുഖാന്തരം എടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ദൃഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ ശവസ്കാശയുടെ സമയത്ത് തിരുസൽ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും ശ്രേഷ്ഠമായ ദൈവമേ, ആയുസ്സിൻ്റെ അനത്തെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിക്കുന്ന നിത്യായുസ്സിനെക്കുറിച്ചുള്ള കാത്തിരിപ്പോട് ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിന് സമാധാനമുള്ളവർ പാണിയുഗ്രായി തീരുവാൻ കൃപയുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മശിഹ ജീവനുള്ള മരണത്തെ ഞങ്ങൾ വന്നേടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവർത്തിക്കത്തപ്പോൾ പകരം നൽകും മിശിഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായാധിപനാം മശിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. രഹസ്യമായുള്ള പിതൃപുത്രാന്മാർക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാം ഏറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചു. ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടുപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിൽ കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹോശോ ബബുൽ സ്വാൽ
കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം. അനുഗ്രഹീനായ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും നേരമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മനുഷ്യരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാലത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിലെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ വസ്തു കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പനാ ലംഘനത്തിൽ നിന്ന് അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച് വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്ര സൗമ്യതയുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഞങ്ങളുടെ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെട്ടു പോകുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ
നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുൽ സുബ്ഹാനൽ എൻ്റെ സഹോദരി, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മറുപടിയുള്ളവരായിത്തീരുന്നു. ദിവസം തോറുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലം ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്ന പ്രത്യേകം ഗ്രഹിച്ചോൾവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചേർപ്പിക്കുകയും പുനരുദ്ധാനത്തിലുള്ള ശരീരങ്ങളെ മുഖം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കുത്താമോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ നീ ഉയർപ്പിപ്പാനെത്തുമോ, നിന്നെ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിനേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തിനേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്നുവരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. കുറിയേലായിസോൻ
ശരണമേ നിനക്ക് സ്തുതി മാറിക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യമേ, തിരുഷ്ടപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് രക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിഷ്ഠണമേ. രാജ്യശക്തി മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ശവസംസ്കാര ശുശ്രൂഷ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ അനുശോചനം പറയുവാനുള്ള സമയമാണ്. ഇപ്പോൾ അനുശോചനത്തിന് പറയാൻ ആഗ്രഹിക്കുന്നവർ സെക്രട്ടറിയുടെ കയ്യിൽ നിങ്ങളുടെ പേരുകൾ കൊടുക്കുകയും അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കുകയും നിങ്ങൾക്ക് അനുശോചനം പറയുകയും ചെയ്യാം. അതിനുശേഷം രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. അനുശോചനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ദുബായ് മാർത്തോമ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ അനുശോചനം ഇപ്പോൾ ചുമതലക്കാർ അറിയിക്കുകയും അതിനുശേഷം റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആദരണീയായ വൈദിക ശ്രേഷ്ഠർ, കടന്നു വന്ന ഏവർക്കും ദൈവനാമത്തിന് നന്ദി കരയറ്റുന്നു. പ്രിയ സജിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ഈ സമയത്ത് ദൈവനാമത്തിൽ ഓർക്കുന്നു. സജിയുമായിട്ട് ഞങ്ങൾക്ക് ദീർഘകാല പരിചയമുണ്ട്. പ്രത്യേകിച്ച് സജിയുടെ പിതാവ് ഇന്ത്യൻ കൗൺസിലേറ്റിലെ കൗൺസിലറായിട്ട് ശുശ്രൂഷ ചെയ്ത സമയത്ത് ഈ ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റി. ആ കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ പ്രിയ സാറ് വളരെയധികം ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഇടവകയ്ക്ക് സ്വന്തമായിട്ട് ഒരു ദേവാലയം ലഭിക്കുന്നതിന് വേണ്ടി സാറിനാൽ കഴിവത് ആ സമയങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നിമിയുടെ പിതാവ് എ ജെ തോമസ് സാറ്, ഞങ്ങൾ ഒന്നിച്ച് അൽഷാവ് പ്രയർ ഗ്രൂപ്പിൽ നീണ്ട വർഷങ്ങൾ പ്രയർ ഗ്രൂപ്പ് അംഗങ്ങളായിരുന്നു. ആ കാലങ്ങളിൽ എ ജെ തോമസ് സാറായിരുന്നു പ്രയർ ഗ്രൂപ്പിനൊക്കെ ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത്. കുടുംബമായിട്ട് അപ്രകാരം വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റി. സജിയും നിമിയും അവരുടെ വിവാഹ ചടങ്ങുകളിലൊക്കെ ഞങ്ങൾക്ക് പോയി സംബന്ധിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊന്നിച്ച് ഇടവകയുടെ കൂട്ടായ്മയും പ്രയർ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയിലൊക്കെ സംബന്ധിക്കുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. 61 വർഷക്കാലം ദൈവം ഈ ലോകത്തിൽ ആക്കി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റി. കഴിഞ്ഞ വർഷം പ്രിയ മകളുടെ വിവാഹം നടത്തുവാനും ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ചുമതലകളൊക്കെ പൂർവാധികം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാൻ സാധിച്ചു. എപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നമ്മൾ ഓർക്കേണ്ടത് ജീവിതം എത്ര നിസ്സഹായതയേറിയതാണ്. ദൈവം വിളിക്കുന്ന സമയത്ത് നാം ഓരോരുത്തരും മടങ്ങിപ്പോകേണ്ടവരാണല്ലോ. എന്നാൽ ദൈവവചനപ്രകാരം പ്രത്യാശയോടുകൂടിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. ആ പ്രത്യാശയോടുകൂടിയുള്ള ജീവിതം നയിക്കുവാനും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ എത്തിച്ചേരുവാനും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയ സജിയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന മകളെ, കുടുംബം, മോനെ, പ്രത്യേകിച്ച് ആൻറ്റി, എങ്ങനെ ഈ ദുഃഖം
എന്നാൽ ദൈവം, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവം ഇതെല്ലാം ഉൾക്കൊള്ളുവാൻ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ അനുശോചന വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുബായ് മാർത്തോമ പാരിഷ് മിഷന് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. ദുബായ് മാർത്തോമ സേവ്യാസംഘത്തിന് വേണ്ടി സേവ്യാസംഘം ചുമതലക്കാർ ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. മാർത്തോമ യുവജന സഖ്യത്തിന് വേണ്ടി സെക്രട്ടറി ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ഇപ്പോൾ സജിച്ചാൻ കൂടി നടക്കുന്ന ബർദുബായി എ പ്രെയർ ഗ്രൂപ്പിന് വേണ്ടി സെക്രട്ടറി ജിനു ജോർജ് ഇപ്പോൾ അനുശോചനം പറഞ്ഞ് റീത്ത് സമർപ്പിക്കും. Respected Hutchins, family members, and all those who are gathered here. Greetings in the name of our Lord, God, and Savior Jesus Christ. On behalf of Bardubai Prayer Group, we extend our condolences to Shahjhan's mom, Dr. Raji, and family, Abhishek, Mark, Abhilasha, on the passing of our dear Shahjhan. We fondly remember your dad as a very loving, patient, caring, and giving person. And through our times of fellowship and prayer, we have been touched with his warmth and kindness and his gentle spirit. His presence amongst us will be deeply felt. And we ask God to comfort and strengthen you all during this very difficult period. And it's said in Philippians 4:7, the peace of God, which surpasses all understanding, will guard your hearts and your mind in Jesus Christ. Till we meet again, dear Sechan, may you rest in eternal peace in the presence of our dear Lord and Savior. Thank you. ഗായക സംഘം ഒരു പാട്ട് പാടുകയായിരിക്കും. ശുദ്ധർ സ്തുതിക്കും വീടേ, ദൈവമക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടും.
പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിതമായി ഉള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ അന്ധതയില്ല നാടേ ദൈവ തേജസ്സാൽ മിന്നും വീടേ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിയെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ പുകൾ പെരുകും തിരുമാറിൽ നിന്നു ഞാൻ ചാരിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരരെ ചേർന്നങ്ങു പാടിടുവാൻ പുരുമോദം പാരം വളരുന്നോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മിസ്റ്റർ മുത്തു.
മിസ്റ്റർ ലിജു ജേക്കബ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. സ്നേഹ ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ റീത്ത് രണ്ടുപേരും. ഓക്കെ. ഡോക്ടർ റെജി ആൻഡ് ഫാമിലിക്ക് റീത്ത്. കൊയർ ഒരു പാട്ടും കൂടെ പാടുന്നു. സന്നദ്ധരായി നേടുന്നേ
ദുബായ് മാർത്തോമ ഹോംലാൻഡ് ഫെലോഷിപ്പിന് വേണ്ടി ചുമതലക്കാർ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ദുബായ് മാർത്തോമ പാരിഷിന് വേണ്ടി കണ്ടോളൻസ് അറിയിക്കുന്നതിന് വേണ്ടി ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ടൈറ്റസ് പുല്ലാരാനെ ക്ഷണിച്ചു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന അച്ഛന്മാർ, സജിയുടെ കുടുംബാംഗങ്ങൾ, ഇടവ ജനങ്ങളെ കടന്നു വന്നിരിക്കുന്ന സംസ്ഥാനത്തു നിന്നുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. സജീവയുടെ ഫ്യൂണറലോടനുബന്ധിച്ച് അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നിർവഹിച്ചിരിക്കുന്ന കടമ. വേർപാട് എന്നും ഒരു വേദനാജനകമാണ്. വിളക്കണയുമ്പോഴാണ് പ്രകാശത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യൻ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അതിലാണ് നമ്മൾ അവരെ അറിയപ്പെടുന്നത്. ആത്മീയ കാര്യങ്ങളിലും ആത്മാർത്ഥതയിലും സൗഹൃദങ്ങളിലും കർമ്മമണ്ഡലത്തിലും മാനവ സേവന രംഗത്തും സജി തോമസ് വർഗീസ് തൻ്റെ വ്യക്തിത്വം പതിപ്പിച്ചിരുന്നു എന്ന് നിസ്സംശയം പറയാം. മഹാനായ ഒരു പിതാവിൻ്റെ മഹത്തായ പൈതൃകം കൈമുതലുള്ള സജി തൻ്റെ ഔദ്യോഗിക രംഗത്തും മതപരമായ ആചാരങ്ങളിലും മാനവസേവയിലും സൗഹൃദ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു. ആചാരങ്ങളെ ആദരിക്കുന്നതോടൊപ്പം ആധുനികതയിലും അറിഞ്ഞു പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സജി തോമസ് വർഗീസിൻ്റെ വേർപാട് നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണല്ലോ. ഈ സമയത്ത് സജിയോറിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സജിയോറിൻ്റെ പിതാവ് ശ്രീ എൻ ജി വർഗീസ് ഈ ദുബായിൽ വന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് വ്യക്തിപരമായിട്ടും ഇടവകയുമായിട്ടുള്ള ഇതുണ്ട്. ശ്രീ എൻ ജി വർഗീസ് 2000 ഈ ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് എം ജെ തോമസ് പറഞ്ഞതിൻ്റെ കൂട്ടി നമ്മുടെ ചർച്ചിൻ്റെ സ്ഥലമൊക്കെ കിട്ടിയതും അതിന് പുറത്തു കൂടി അന്ന് തൊട്ടുള്ള ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട്. സജീവമായിട്ട് മിക്കപ്പോഴും എനിക്കൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് സ്ഥലങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ സജിയുടെ സജിയുടെ വിവാഹം, മോടെ വിവാഹം, നിമ്മി ടീച്ചറിൻ്റെ വേർപാട്, ഇതൊക്കെ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് ഓർക്കുന്ന അത്ര ഭയങ്കര വിഷമമുള്ള ഒരു സ്ഥിതിയാണ്. ഈ സമയത്ത് അവരുടെ മക്കളായ അഭിഷേക്, അഭിലേഷ, ആൻറ്റി ജയ്സാമ ആൻറ്റി, ബ്രദറ് ഡോക്ടർ രാജി ആൻഡ് ഫാമിലി, ഇവരുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളെ ഇടവകയ്ക്ക് ചെയ്തിട്ടുള്ള സേവനം ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അതുപോലെ ഈ സമയത്ത് കൂടുതലായിട്ട് പറയാൻ വാക്കുകളില്ല. അതുപോലെ ഉള്ള വിഷമസന്ധിയിലാണ് നിൽക്കുന്നത്. ഈ ഇടവകയുടെ നാമത്തിൽ ഇടവകയുടെ എല്ലാവിധമായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിർത്തുന്നു. If anyone wants to share the condolence message, please come forward and you can share your message.
Now, our Vicar Jijo Timothy Achan will share the condolence message. ത്രിയേക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട വി ടി ജോസനച്ചൻ, പ്രിയപ്പെട്ട ജോൺ നോക്സ് അച്ഛൻ, പ്രിയ ബിനോയ് ബേബി അച്ഛൻ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സൈച്ചാൻ്റെ മാതാവ്, കുഞ്ഞുങ്ങൾ, ബ്രദർ, ഫാമിലി, പ്രിയപ്പെട്ടവരെ, വളരെ ദുഃഖത്തിലായിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട സൈജാൻ്റെ ധനികരമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും വേർപാട് നമുക്കെല്ലാവർക്കും വേദനയുളവാക്കുന്നതാണ്. എന്നാൽ കർത്താവ് തൻ്റെ സമയമായിരിക്കുമ്പോൾ തൻ്റെ ഭക്തന്മാരെ തൻ്റെ സിംഹാസനത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ ദൈവത്തിൻ്റെ ആയപ്പോൾ പ്രിയപ്പെട്ട സൈച്ചാനെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനം നിനക്ക് വേണ്ടി തന്നിരിക്കുകയാണ്, വന്ന് വിശ്രമിച്ചു കൊള്ളുക എന്ന രമാനാഥൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായി. അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട സൈച്ചാൻ്റെ അവസാനമായി കാണുന്നതിനും ശുശ്രൂഷ അർപ്പിക്കുന്നതിനുമുള്ള നിമിഷങ്ങളാണല്ലോ. എനിക്ക് ഈ ഭവനവുമായി കഴിഞ്ഞ 2 വർഷത്തെ ഉള്ള ബന്ധമാണ്. ഞാൻ വന്നപ്പോൾ ആണ് പ്രിയപ്പെട്ട നിമി ടീച്ചറിൻ്റെ മരണം. പ്രിയപ്പെട്ട ഭവനവുമായുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. അസീസിലെ ഫ്രാൻസിസ് ഒരിക്കൽ തൻ്റെ സ്നേഹിതരോട് പറയുകയുണ്ടായി, പ്രസംഗിക്കുക, ജീവിതാവസാനം വരെ പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. എന്നാൽ ജീവിതാവസാനം വരെയും തൻ്റെ ജീവിതത്തെ ഒരു പ്രസംഗമാറ്റി മാറ്റി വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു പരമഭക്തനായ മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട സജിച്ചാൻ. അങ്ങനെ പറയുവാനുള്ള കാരണം ഭാരതത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജോലിയുടെ പ്രവർത്തന രംഗങ്ങളിൽ ഈ ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും പോകുകയും ഭാരതത്തെ പ്രതിനിധീകരിക്കുകയും അവിടെയുള്ള ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ഇന്ത്യയെ ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന പ്രഥമ ജോലിയിൽ ഏർപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് തൻ്റെ ഔദ്യോഗികമായ ജീവിത ക്രമീകരണങ്ങളനുസരിച്ച് 2 കുഞ്ഞുങ്ങളും വ്യത്യസ്തമായ ഇടങ്ങളിൽ താമസിക്കുകയും പഠിക്കുകയും അങ്ങനെ ജോലിയുമായി തൻ്റെ അവസാന റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ അവസാന ക്രമീകരണങ്ങളിലേക്ക് വന്നപ്പോൾ ഭാരതത്തെ പ്രതിനിധീകരിച്ച് ദുബായ് UAE തൻ്റെ ഔദ്യോഗിക ജീവിതം നയിക്കുകയും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ മധ്യത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭ ദുബായ് മാർത്തോമ ഇടവകയുമായിട്ടുള്ള തൻ്റെ സ്നേഹവും കരുതലിനും കുറിച്ചും ഇവിടുത്തെ സീനിയർ മെമ്പേഴ്സ് പറയുകയുണ്ടായല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സജിച്ചാൻ ഈ ദുബായിൽ തന്നെ പിന്നീട് താമസമാകുകയും ഇവിടെ തന്നെ ജോലി ചെയ്യുകയും വിവാഹം കഴിക്കുകയും കുടുംബമായിട്ട് തൻ്റെ ജീവിതത്തെ ഇവിടെ ക്രമപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സഹധർമ്മിണിക്ക് ഉണ്ടായ രോഗാവസ്ഥയുടെ മധ്യത്തിൽ വളരെ കൃത്യതയോടെ ഏകദേശം 8-10 വർഷക്കാലം തൻ്റെ ഭാര്യയെ ഒന്നിനും ഒരു കുറവും സംഭവിക്കാതെ കിടക്കയിൽ പ്രിയപ്പെട്ട സജിച്ചാൻ നോക്കി എന്നത് ഏറ്റവും അർത്ഥമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്.
ഞാൻ ആ വീട്ടിൽ പ്രിയപ്പെട്ട നിമി ടീച്ചറിൻ്റെ അവസാന നിമിഷങ്ങളിൽ ചെന്ന് ചേരുമ്പോൾ പ്രിയപ്പെട്ട സഹിച്ചാൻ എത്ര ആദരവോടെ, എത്ര ബഹുമാനപൂർവം തൻ്റെ ജീവിത പങ്കാളിയെ തൻ്റെ ജീവന ശ്വാസത്തിന് തുല്യമായി സ്നേഹിക്കുകയും അവസാനം വരെ നോക്കുകയും പ്രത്യാശയോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അയക്കുകയും ചെയ്തു. ആ നിമിഷങ്ങളിലൊക്കെ യാതൊരു പരിഭവവും കൂടാതെയാണ് ഈ ശുശ്രൂഷ ചെയ്തത്. അതിനോടൊപ്പം ഈ 2 കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള ഒരു വലിയ ശ്രമകരമായ ശുശ്രൂഷ. ഇതിലൊന്നും സഹിച്ചാൻ ഒരു പരാതിയും പറയുന്നതായിട്ട് ഇന്നേ ദിവസം വരെ കേട്ടിട്ടില്ല. തൻ്റെ ശരീരത്തിന് ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പോലും ഒരു പരാതിയും പരിഭവവും, ദൈവമേ നീ എന്തിനാ എനിക്കിത് തന്നത് എന്നുള്ളൊരു ചോദ്യമോ ഒന്നും തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രസംഗിക്കുന്നതിനേക്കാളപ്പുറമും ജീവിതം കൊണ്ട് തൻ്റെ ആത്മീയത എഴുതി കാണിച്ച വ്യക്തിത്വമാണ്. അതുകൊണ്ട് ആ രീതിയിൽ പ്രിയപ്പെട്ട സഹിച്ചാൻ വളരെ കൃത്യതയോടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെയും തൻ്റെ അനുഭവങ്ങളെയും ബലപ്പെടുത്തുവാൻ കഴിഞ്ഞു. തൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം കണ്ട ചില ദർശനങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹിച്ചാൻ പറഞ്ഞു, എന്നെ ആരോ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. പ്രിയപ്പെട്ട രാജു ഡോക്ടറിനോടും ആശ ഡോക്ടറിനോടും പ്രിയപ്പെട്ട റജി ഡോക്ടറിനോടും ഒക്കെ പ്രിയപ്പെട്ട സഹിച്ചാൻ പറയുകയുണ്ടായി, ഒരു ഭക്തൻ്റെ മരണം അതുപോലാണ്. എത്ര സുന്ദരമായി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എത്ര ധന്യകരമായി പ്രിയപ്പെട്ട സഹിച്ചാൻ തൻ്റെ ജീവിതത്തെ വളരെ മനോഹരമായി രൂപപ്പെടുത്തി എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഈ നാളുകളിലൊക്കെ നമുക്ക് അനുഭവിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ട മോളുടെ വിവാഹം കഴിഞ്ഞ വർഷം നടത്തുകയുണ്ടായി. അത് കണ്ടും സന്തോഷിക്കുവാൻ പ്രിയപ്പെട്ട സഹിച്ചാന് കഴിഞ്ഞു. ആ രീതിയിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷത്തോടെ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ 11 മണിക്ക് പ്രിയപ്പെട്ട അമ്മയെ വിളിച്ച് ദീർഘനേരം സംസാരിക്കുവാൻ കഴിഞ്ഞു. തൊട്ട് മുമ്പേ 1 മണിക്കൂർ മുമ്പേ ബ്രദറിനെ വിളിച്ച് സംസാരിച്ചു. ആ രീതിയിലൊക്കെ വളരെ ഒരുക്കത്തോടെ ഭംഗിയായിപ്പോയി. കർത്താവിൻ്റെ ഭക്തന്മാരുടെ മരണം ഉറക്കം പോലെ അത്രേ. അതുകൊണ്ട് ജീവിതത്തെ നമ്മളോട് തന്നെ ഒരു വെല്ലുവിളിയായി പ്രിയപ്പെട്ട സഹിച്ചാൻ നമ്മളെ കാണിച്ചു തന്നത് പ്രകടനാത്മകമായ രീതികൾക്കപ്പുറമായി ജീവിതം കൊണ്ട് ചില കഥ എഴുതുവാൻ നമുക്ക് സാധ്യമാണോ എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിൽ സഹിച്ചാൻ്റെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛന് വേണമെങ്കിൽ പ്രസംഗം 1 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ പ്രിപ്പയർ ചെയ്യാം. ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത് വലിയ പ്രയാസമാണ്. എന്നാൽ ഒന്നും പറയാതെ തന്നെ തൻ്റെ ജീവിതത്തെ വളരെ ക്രമീകൃതമായും മാതൃകാപരമായും ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത പരമഭക്തനായ പ്രിയപ്പെട്ട സജിച്ചാന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു. തനിക്ക് മുമ്പേ പോയ തൻ്റെ പ്രിയപ്പെട്ട നിമി ടീച്ചറിനെ കാണുവാൻ വേണ്ടി പ്രിയപ്പെട്ട സഹിച്ചാൻ പോവുകയാണ്. നമ്മോടും ഈ മരണം ആവശ്യപ്പെടുന്നത് പ്രകടനാപരമായ സ്പിരിച്വാലിറ്റിയെക്കാളപ്പുറമായി ജീവിതം കൊണ്ട് ആത്മീയതയുടെ കഥകൾ എഴുതുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നിത്യത നമുക്ക് ഉറപ്പായിത്തീരുന്നത്. അപ്പോഴാണ് പൗലോസിനെ പോലെ പറയാൻ സാധിക്കുന്നത്, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. ഒരു പ്രസംഗവും
ഒരു വാക്കും ഒന്നും പറയാതെ ജീവിതത്തെ പ്രസംഗമാറ്റി മാറ്റിയ പ്രിയപ്പെട്ട സായിച്ചാനെ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളനാദത്തോടും വാനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട മകനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്ര അയക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് കഥ എഴുതിയ, വാക്കുകൾ കൊണ്ടല്ല ജീവിതം കൊണ്ട് കഥ എഴുതിയ സഹിച്ചാൻ്റെ ജീവിതം നമുക്ക് ഏറ്റവും പ്രയോജനവും വളരെ ഇൻസ്പയറുമായി തുടർന്നും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദുബായ് മാർത്തോമ ഇടവകയുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാവരുടെയും നാമത്തിലുള്ള അനുശോചനം പ്രിയപ്പെട്ട മാതാവിനെയും കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ഫാമിലിയും എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ നിമ്മി ടീച്ചറിൻ്റെ സിസ്റ്റർ നീനു ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ച് വന്നതോ ചിന്തിച്ച് വന്നതല്ല. പിന്നെ സഹിച്ചാനെ ഇവിടെ ഒന്ന് ഓർക്കണമെന്ന് തോന്നി. ഞങ്ങൾക്ക് സഹിച്ചാൻ ആരായിരുന്നു ഒന്ന് പറയണം എന്ന് കരുതിയെന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു. അവിടെ എൻ്റെ ബ്രദറായിട്ട് എന്നെ ഒരു കൊച്ചു സിസ്റ്ററിനെ പോലെ കാണുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത സഹിച്ചാനെയാണ് ഞാൻ ഓർക്കുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല സഹിച്ചാൻ ഇങ്ങനെ അത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സഹിച്ചാൻ പല അസ്വസ്ഥതകളുണ്ടായിരുന്നെങ്കിലും എപ്പോഴും പ്രസന്നനായിട്ട് എപ്പോഴും വിളിച്ചാലും വിഷമമായ എന്തെങ്കിലും അസുഖത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ചോദിച്ച് മക്കളുടെ കാര്യം ചോദിച്ച് എപ്പോഴും സ്നേഹസമ്പന്നനായിട്ട് സംസാരിക്കുന്ന സഹിച്ചാനെയാണ് എനിക്ക് ഓർക്കാനുള്ളത്. ഈ സമയത്ത് എൻ്റെ മമ്മിയെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. മമ്മിക്ക് ഇവിടെ വരാൻ ഇനി ഒന്നുകൂടെ വരാനുള്ള ആരോഗ്യം മമ്മിക്കില്ലായിരുന്നു. വരണമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ വയ്യ എന്ന് പറഞ്ഞതാണ്. എല്ലാ ദിവസവും 9 മണിയാവുമ്പോൾ സജിമോൻ ഒന്നെങ്കിൽ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ സജിമോനെ ഒന്ന് വിളിക്കട്ടെന്ന് പറഞ്ഞ് മമ്മി മാറിയിരിക്കും. ഒരു ദിവസം പോലും സഹിച്ചാനോട് മിണ്ടാതെ അവർ തമ്മിൽ സംസാരിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ചേച്ചി മരിച്ചതിന് ശേഷം എന്നും വിളിക്കും. എപ്പോഴും സജിമോനെ എന്നുള്ളത് മമ്മി പറയുന്നത് കേട്ടിട്ടില്ല. അത് ഞാനിപ്പോൾ ഇവിടെ പാട്ടുകളൊക്കെ പാടി കേട്ടപ്പോൾ എൻ്റെ പപ്പായുടെ ശുശ്രൂഷകളൊക്കെയാണ് ഞാൻ ഓർമ്മ എപ്പോഴും പാടുന്ന 2-3 പാട്ടുകളാണ് ഇവിടെ പാടിയത്. സജിച്ചാൻ എപ്പോഴും മമ്മിയോട് ഒരുപാട് ബിബ്ലിക്കൽ ഡയലോഗ്സ് നടത്തുമായിരുന്നു. എന്നും അവർ തമ്മിൽ ബൈബിൾ, യേശുവിനുള്ള പ്രത്യാശ, ഇതൊക്കെ കാരണം മമ്മി എന്നോടെല്ലാം ഷെയർ ചെയ്യും.
മമ്മിക്ക് അവിടെ ഭയങ്കര ടെൻഷനായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം സഹിച്ചാൻ ഇച്ചിരി പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇടയ്ക്ക് ഉച്ചയ്ക്കും കണ്ട് വിളിച്ചപ്പോൾ ഒന്ന് വയ്യാന്ന് പറഞ്ഞ് ഫോൺ വെച്ച ഉടനെ മമ്മി എന്നെ വിളിച്ചു, നീ അഭിഷേക് മോനെ അഭിലാഷമുള്ള വിളിക്ക്, സജിച്ചാൻ എന്ത് പറ്റി, അവന് നെഞ്ചുവേദന എടുക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ മരിക്കുന്നതിന് തലേ ദിവസം രാത്രി ഞാനും അച്ഛനും കുറേ നേരം സംസാരിച്ചു. ഞങ്ങളങ്ങനെ എപ്പോഴും വിളിക്കത്തില്ല, ഇടയ്ക്കൊക്കെ വിളിക്കുള്ളൂ. കുറേ നേരം സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. നാട്ടിൽ വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞാണ് വെച്ചത്. തൻ്റെ ഭക്തന്മാരുടെ മരണം ഒരു നിദ്ര പോലെ എത്രയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. സൈജാനൻ്റെ ചേച്ചിയും എപ്പോഴും മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിളായിരുന്നു. കാരണം അവർ ആരോഗ്യമായിരുന്ന സമയത്ത് വളരെ എത്ര സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. ചേച്ചി വയ്യാതെ ഇരുന്ന സമയത്ത് ലാസ്റ്റിൽ ഒരു 1.5 വർഷമുള്ളൂ ചേച്ചി കിടന്നു. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളും സഹിച്ചാനും കൂടെ ചേച്ചിയെ നോക്കിയത് എങ്ങനെയെന്ന് പറയാൻ വാക്കുകളില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ കണ്ണിലൊരു ജീവൻ മതി, എന്നാലും ചേച്ചി ഇവിടെ തന്നെ വേണമെന്നാണ് ഇവർ 3 പേരും ആഗ്രഹിച്ചത്. അത്രമാത്രം ചേച്ചി പോയ പിന്നെ സഹിച്ചാൻ ഒരുപാട് സങ്കടമായിരുന്നു. ഒട്ടും അതിൽ നിന്ന് സഹിച്ചാൻ മോചിതനായിട്ടില്ല. സഹിച്ചാൻ ഇവിടെ തന്നെ മരിക്കണമെന്നായിരുന്നു ആഗ്രഹം, ഇവിടെ തന്നെ അടക്കപ്പെടണമെന്നുമായിരുന്നു ആഗ്രഹം. അതൊക്കെ അതേപോലെ തന്നെ പറ്റി. ഏറ്റവും സ്നേഹവാനായ, ഏറ്റവും സുസ്മേരവദനായ, എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം, എസ്പെഷ്യലി എൻ്റെ മക്കളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മോനൊരു ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ. അപ്പോൾ അവൻ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, അവൻ മോന് ഇങ്ങനെ ചെയ്യണം, ആ രീതിയിലൊരു കലണ്ടർ ഉണ്ടാക്കണം, ഈ രീതിയിലൊരു ഡയറി ഉണ്ടാക്കണം. അപ്പോൾ അവനൊരു കലണ്ടർ ഉണ്ടാക്കി. ഇത് വലിയപ്പയ്ക്കാണെന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു. പക്ഷേ കൊണ്ടുവരാനും കൊടുക്കാനും പറ്റിയില്ല. അത്രമാത്രം മക്കളെ സ്നേഹിച്ച് കരുതി. ഒരുപാട് പറയുവാനുണ്ട്. സഹിച്ചാനെ ഒരുപാട് മിസ് ചെയ്യും. ഒട്ടും പ്രതീക്ഷിക്കാതെ പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം സഹിച്ചാനെ ഒരു പ്രയാസവും കൂടാതെ, സഹിച്ചാൻ 1 മിനിറ്റെങ്കിലും ഒക്കെ കിടന്നു പോയിരുന്നെങ്കിൽ സഹിച്ചാൻ അത് വലിയ പ്രയാസമായിരുന്നതിന്. അങ്ങനെ ഒന്നും കൂടാതെ ദൈവം തമ്പുരാൻ സഹിച്ചാനെ ചേർത്തുകൊണ്ടു. കുഞ്ഞുങ്ങൾ വളരെ പ്രയാസമായി എനിക്കറിയാം. പക്ഷേ ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ വഴി കാണിച്ചു തരും. ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം തമ്പുരാൻ കൂടെയുള്ളപ്പോൾ നിങ്ങളുടെ ഭാവിക്ക് ഒരു ദോഷവും വരത്തില്ല. മമ്മി എങ്ങനെ ഈ വിഷമം സഹിക്കുന്നു അറിയില്ല. പക്ഷെങ്കിൽ കർത്താവിലുള്ള പ്രത്യാശയിൽ ദൈവം നടത്തട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മമ്മിയുടെ കസിൻസായിട്ട് ചേച്ചിയുടെ കസിൻ ഞങ്ങൾ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു. എല്ലാവരും വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനൊരവസരം തന്ന ബഹുമാനപ്പെട്ട ഇടവചനത്തോട് നന്ദി അറിയിക്കുന്നു. എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. തീർച്ചയായിട്ടും അവിടെ ചെന്ന് എല്ലാവരെയും കാണാൻ നിരനിരയായി ഒരുപാട് പേരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഇപ്പോൾ സഹിച്ചാനും എല്ലാവരെയും കാണാൻ കഴിയുമെന്ന് ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു. പ്രിയപ്പെട്ട ഡോക്ടർ റോയിച്ചാൻ ഇപ്പോൾ I welcome and thank you all for your presence. It means a lot to our family to see you all here. I am Raji Matthew, younger brother of Saji Thomas. Saji, or Achacha as I called him, was older to me by 2 years, and he packed a lot in these 2 years. It was a difference I could never catch up to. We were different in almost every aspect of our lives. Growing up, he was an extrovert, outgoing, witty, and a complete foodie. He was a great friend
and a good human being, as you would all know. We have lost count of how many people in distress he has helped, either by way of job or even financially. In my case, it was both. He simply couldn't say no to anyone who came to him for help. He was a stickler for rules and had a strong moral compass. His kindness was not restricted to humans. When he was sent to buy meat or fish, he would feed some of it to the stray dogs and cats while on his way back home. In return, the stray dogs would follow and escort him on his way to school bus and stay with him till he entered the bus. Needless to say, he was a good son too. Fun to be with, he was liked by relatives, neighbors, and friends. As a brother to me, it was fun going through life with him. Playing together, going to parks, and watching the same cartoon and TV shows. He would defend me without me asking for help, and I, in turn, would do what I could do for him. He once asked me to go into the dark and turn the lights on for him. Why? I asked him. He said because he was frightened. So here I was at 5 or 6 years of age, doing something for him even though it frightened me too. I guess I owe some of my fearlessness to him. But he was unafraid to stand up and support me. I had once corrected the teacher in class, for which I was made to stand outside the classroom as punishment. It so happened that Achacha was passing by, and he saw me standing there and asked what had happened. I told him. He also felt that what I said was right. Teachers were not student-friendly those days, and principal's office was somewhere you were sent as part of punishment. Even though we were new at the school, he went straight to the principal's office to complain about the teacher for unjustly punishing me. That's how he was. He was a guide, a protector, and a source of strength for me. It was because of him my family and I came to Dubai. He was a pillar of strength for us during all this time. He was completely devoted to his family. He took great care of his late wife, Nimi, and his 2 children, Abhishek and Abhilasha. When his children grew up and left Qatar to come to Dubai for college and career, he had no hesitation to leave his job of 27 years at Hayat to be with them, saying, "What will I do here without them?" He was knowledgeable about no matter what was being discussed, and it was a pleasure listening to him and learning. His passing leaves a void in all of us, but whenever I remember him, it will be with a smile because that's how he was. And now, on behalf of my family, I would like to express my heartfelt gratitude to all of you for being here today to honor and remember Saji. During this difficult time, your presence, prayers, kind words, and support have brought us great comfort and strength. Knowing that so many people cared for and loved him reminds us of the positive impact he had on the lives of others. We would like to thank Vicar Reverend Jijo T. Muteri, Assistant Vicar Reverend John Knox, Youth Chaplain Reverend Binoy Baby, Reverend V.T. Joshin, all office bearers, parish organization, and prayer group members. On behalf of my family, I would like to express our heartfelt gratitude to the church authorities for their guidance, prayers, and invaluable assistance. Your compassion and support helped us navigate this difficult time. With dignity and comfort, I must add, thank you for the spiritual care and kindness extended to our family. May God bless each one of you for your generosity and service. We would like to sincerely thank our relatives, friends, and colleagues, and everyone who have offered their condolences, assistance, and prayers. Your support means to us more than words can express. We would like to thank those who helped organize the funeral service,
healthcare professionals who took care of him, and everyone who offered assistance in any way. We thank Almighty God for the precious life of my brother. We are grateful for the years God blessed him with, the love he shared, the lives he touched, and the memories he leaves behind. Even in our sorrow, we trust in God's mercy and give thanks for his presence, strength, and comfort during this difficult time. May God grant eternal rest to his soul and continue to guide and sustain our family. As it is written in the book of Romans, chapter 14, verse 8, if we live for the Lord, and if we die for the Lord. So whether we live or die, we belong to the Lord. I love you, Achicha. Rest in peace. രണ്ടാം ഭാഗം ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതി. എവങ്കേലിയൻ വായിക്കുന്ന സമയത്ത് മാത്രം എഴുന്നേറ്റാൽ. ശോഭയേറും നാടൊന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമൊരുക്കി നിൽക്കുന്നു പ്രതീക്ഷിച്ചക്കരെ വേഗം ചേർന്നിടോ ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടോ ഭംഗിയേറിയ തീരത്ത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. മരണമുള്ളവരായ ഞങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാൽ നീ തകർത്തു. നിന്റെ ഉയർത്തനേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തനേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന നിന്റെ മകന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകട്ടെ. ഓശോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തോത്രവും തജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ സൃഷ്ടിയുടെ പ്രകാശത്തിങ്കൽ വെള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടിക്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്തൊക്കെയുള്ള നീതിയുടെ സൂര്യ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കവറുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാത് പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചു നിൽപ്പിക്കുന്നവനും തൻ്റെ തിരുവക്ഷത്തിൻ്റെ ആംഗ്യത്താൽ നിദ്രാവക്ഷിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മനുഷ്യരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മെസ്സിയ തമ്പുരാന് തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദന യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ.
നിത്യപിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മിശിഹാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റുഹായുടെയും തിരുവിഷ്ടപ്രകാരമില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽ ക്രിസ്തായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദം കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതിനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാരനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനത്തിൻ പൊടിയിൽ നിന്ന് ഉയർത്തുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ എൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്നവരായ എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിവാഹതയുള്ള നടപടികളിലും വിശുദ്ധവാദങ്ങളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനമില്ലാത്തിടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനോ നൊഴികെ ആരനില്ലെങ്ങുമേ. ഉറ്റവരെയും ഉണർവാറ്റവരെയും മറ്റുള്ളവരെയും ഓറ്റിക്കൊള്ളുന്ന ഓടിയാവൻ പാപികളെ തേടി നടന്നു. ആടലൊഴിയാതരവാൻ പാടി ചേർന്നിടുമേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തൻ്റെ പരിമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതങ്ങളിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരളിയായ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവാസുനുമാരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ.
ഹോശോ വബുകുൽ സുബാൽ ലവൽ മേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. വിശുദ്ധ സ്വർഗഭാഗ്യം കൈക്കൊണ്ടിടുന്നു, ഒടുവിൽ മണവറയിൽ ആയവർ പൂകിടും. നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൽ വായിൽ ഇരയായിടരുതേ. തന്നെ താൻ അർപ്പിച്ച ബലിയായി തീർന്നോനേ, നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കുന്നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വനാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാ ഞങ്ങളുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ മകനെ യാത്രയയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈവനെ കുറിച്ച് ദുഃഖിക്കുന്നവരാ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയപ്പെട്ട കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനപ്പെടുത്തണമേ. കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹതരായ ഈ മക്കളും അവകാശിയും എന്നുള്ള പ്രത്യാശമേ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവശ്യമാക്കി അനുഭവിച്ചു കൊള്ളുകയും എന്നുള്ള സന്തോഷ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതകളായി തീർക്കുകയും ചെയ്യണമേ. ഓശോ ബബുൽസ്മീൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. യുഗത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തിക ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. മസിഹാരാജൻ പെട്ടെന്നു വെളിപ്പെടുന്നു ഘോഷത്തോടെ. തന്റെ കൂടെ തൻ സൈന്യവും ആഗമിക്കും സോദരരെ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താതനാകും ദൈവത്തിനു മഹത്വവും തൻസുതനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും എന്നേക്കും. ആമീൻ ആമീൻ. ഉന്നതത്തുനിന്നായി ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി.
മരണദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിൻ്റെയും സങ്കടത്തിൻ്റെയും ദിവസമാകുന്നു. മഴ ദിവസം എല്ലാ മനുഷ്യർ പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവുമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രഭാതത്തിന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവന്റെ മനുഷ്യരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മണ്ണമെല്ലാവരെയും പരിശുദ്ധകൊണ്ട് കരയുന്ന യുക്തവുമാകുന്നു. മനുഷ്യർ നിന്നെ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജാവകാശമായി സ്തുതി പാടുകയും ചെയ്തൊക്കെയുണ്ട്. എല്ലാ നാവുകളും നിനക്ക് സ്തുതി. കർത്താ വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അധികാരം എണ്ണും വയ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. ആദാം മുതൽ തലമുറ തോറും മരണം തന്റെ ഗോത്രമെല്ലാം നശിപ്പിച്ചിടുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല. അതിന്റെ അധികാരം വിട്ടു പോയോരുമില്ല. ഉത്തരമരുൾകാതെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവർക്ക് മുൻപായി എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കാതെ സ്തുതി. കന്യകമറിയാമൾ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത വനിതയിൽ പാഞ്ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്തേശനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശുവോട് നിന്റെ സഹോദരത്തെടുക്കുമെന്ന് പറഞ്ഞു. മാർത്തവനോട് ഒടുക്കത്താണല്ലേ പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശുവോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു.
ഇതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവൻ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുമാനിക്കുന്ന ദൈവതനായ ക്രിസ്തു തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറേലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടത്തിൻ്റെയും ദൈവവും ജീവന്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചവനായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ രക്ഷകനായ മെശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെയും ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്ങ് നിന്റെ എതിരേൽപ്പാൻ പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായെയും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. സകല ബുദ്ധിയേകമെന്നായ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തെ തൻ്റെ പുത്രൻ്റെ വൃഷാവുമായ യേശുവിനെ കുറിച്ചുള്ള അറിവ് ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെ കാത്തു മറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാം ഭാഗ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്ന് കാണാവുന്നതാണ്. അതിനുശേഷം ബോഡി സിമിറ്ററിയിലേക്ക് പോകുന്നത്. ഈ സമയത്ത് കൊയർ ഒരു പാട്ട് പാടും. അപ്പോഴത്തേന് കാണാനുള്ളവർ കാണട്ടെ. എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് ആനന്ദ കൂട്ടരിൽ കാണുന്നല്ലോ.
respected Achans, brothers and sisters in Christ. I did not come prepared to say a word, but I have to say, Sajay Chacha, you left a legacy for us. We love you, we will miss you, but we know that you are in a better place. Rest in peace till we meet again. Bye-bye, Sajay Chacha. We will meet again. Bye for now. Thank you. ആർക്കെങ്കിലും കാണാനുണ്ടോ? ഇപ്പോൾ കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം കൊടുക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്.
മനസ്സോടെ